ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷീല. ഇന്നത്തെ എൻ്റെ വിശേഷം സൺഡേ യാത്രയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് ഞാൻ പോയത് പൊന്മുടിയിലേക്കായിരുന്നു എൻ്റെ യാത്ര. പോയ സ്ഥലം നെടുമങ്ങാട് വഴി, അതുപോലെ തന്നെ ആനയടി കണ്ട, ആനപ്പാറ, ആനയടിയല്ല ആനപ്പാറ, അതുപോലെ തന്നെ ചിറക്കൊമ്പ് കടവ്, അങ്ങനെയൊക്കെ പല കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളും, വിതുര, പിന്നെ നെടുമൺകാവ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഈ പൊന്മുടിയിലേക്കുള്ള യാത്ര. ഞാൻ മുൻപ് ഒരു 25 കൊല്ലങ്ങൾക്ക് മുൻപ് പല പ്രാവശ്യം ഞാൻ പൊന്മുടിയിൽ പോയിട്ടുണ്ട്. ഈ 25 കൊല്ലത്തിന് ശേഷം എനിക്ക് നല്ലൊരാഗ്രഹം പൊന്മുടിയിൽ പോകണമെന്ന്. അങ്ങനെയാണ് പോയത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് എല്ലാം പ്രിയദർശിനി യാത്രയായിരുന്നു. ഇങ്ങോട്ട് മൊത്തം ഫാസ്റ്റിലായിരുന്നു യാത്ര. അപ്പോൾ ഞാൻ പോയ എൻ്റെ ആ യാത്രയുടെ ഭംഗിയാണ്, യാത്രാ വിശേഷങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ ഈ പ്രകൃതി ഭംഗിയും നല്ല കോടയും, അതുപോലെ തന്നെ അവിടെ ചെന്നാൽ നമുക്ക് ട്രെക്കിങ്ങും അങ്ങോട്ടെല്ലാം പോയി കാണാനുള്ള ധാരാളം ഈ പ്രകൃതി ഭംഗിയാണ് അവിടുത്തെ കാഴ്ച. ചില സമയങ്ങളിലെല്ലാം നല്ല കോട ഇറങ്ങും. ഇന്ന് നല്ല വെയിലായതുകൊണ്ട് ഞാൻ കോട കണ്ടില്ല. മുൻപ് ഞാൻ പല പ്രാവശ്യം പോയിട്ടുള്ള സമയങ്ങളിലും നല്ല കോടയായിരിക്കും. നല്ല രസമാണ്, നല്ല തണുപ്പും നല്ല സുഖകരമായ ഒരു കാലാവസ്ഥ. കേരളം ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ്. എന്തിന് നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോകണം? ഇത്രയും നല്ല സുന്ദരമായ ഒരു സ്ഥലമില്ല. വാവ്, എന്തുവാണെന്ന് നോക്കിയാണിതോ അവിടെ നിന്ന് നമ്മൾ നോക്കുന്നത് മൊത്തം ഈ കാഴ്ചകളാണ്. ഈ നീലാകാശവും ഈ മലനിരകളും ഈ താഴോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ എല്ലാം കൊണ്ട് ഇത്രയും കിടിലം ഒരു സ്ഥലമില്ല. അതിൻ്റെ നല്ല സുഖമാണ്. വണ്ടിയിലിരുന്ന് അറിയാതെ നമ്മളങ്ങ് ഉറങ്ങിപ്പോവും. ഈ സുഖകരമായ ക്ലൈമറ്റ് കൊണ്ട് നല്ല തേയിലത്തോട്ടങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോയും എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവരും കാണുക. ഇത്രയും നല്ല ഒരു സ്ഥലം വേറെയില്ല. എല്ലാവരും പോയി ആസ്വദിക്കണം. ഞാൻ അങ്ങോട്ട് പോയത് പ്രിയദർശിനി ബസ്സിലാണ് പോയത്. നമുക്ക് ഇത് പോകുന്നതിനുള്ള ബസ്സെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നുണ്ട്. നെടുമൺകാവ് ചെന്നിട്ട് അവിടെ നിന്ന് പൊന്മുടി ബസ് ഇഷ്ടം പോലെ കിട്ടും. തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ നല്ല തിരക്കാണ്, ഇടി കൊണ്ട് ഊപ്പാട് വരും. അതേപക്ഷം അവിടെ നെടുമൺകാവിൽ നിന്നൊക്കെ എപ്പോഴും ബസ് പോകുന്നുണ്ട്. അന്നേരം നമുക്ക് അത്ര തിരക്ക് കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ട ആ കിടിലമാണ്, ഇവിടുത്തെ പച്ചപ്പാണ്. കുറേ സമയം എനിക്ക് അവിടെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രിയദർശിനി ബസ്സിൽ വന്ന് ഇത്രയും സമയം അങ്ങ് ആയതുകൊണ്ട് 4 മണിക്ക് ഈ ബസ് എടുക്കുമെന്ന് പറഞ്ഞു. ഒരു 3:45 അങ്ങ് ചെന്നത്. അതുകൊണ്ട് ഞാൻ തിരിച്ച് ഈ ബസ്സിൽ തന്നെ വരണം. ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര പോയത്. ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രകൾ വളരെയധികം ആസ്വദിക്കുന്നു. അപരിചിതരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളെയെല്ലാം കാണാം. അവരെയൊക്കെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം, കാരണം നമുക്കൊരു ഭാരയുമില്ല, ഒന്നുമില്ല. അതാണ് ഇത്. ബസ്സിൻ്റെ സമയം പൊന്മുടിയിൽ നിന്ന് ഈ ദാന സ്ഥലത്തോട്ടും പോകുന്ന ബസ്സുകളുടെ സമയം കൃത്യമായിട്ട് അവിടെ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആളുകൾക്ക് സൗകര്യാർത്ഥം ആ സമയം നോക്കി പോകാം. പാർക്ക് ഒക്കെ അവിടെ കാണുന്നുണ്ട്. ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ ഇതുപോലെയൊക്കെയുള്ള മൃഗങ്ങളുടെ, അനിമൽസിൻ്റെയൊക്കെ പ്രതിമകളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് അതിൻ്റെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ. ഇവിടെയാണ് വണ്ടി പാർക്കിങ്ങിന് പൈസ കൊടുക്കണം. ഞാൻ പാർക്കിങ്ങിന് എത്ര കൊടുക്കണമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഈ പ്രിയദർശിനിയിലാണ് വന്നത്. പിന്നെ അല്ലാതെ 40 രൂപ നമ്മൾ അവിടെ ചെന്നിറങ്ങുന്നതിന് കൊടുക്കണം. ടൂറിസ്റ്റ് ഫീ ആണ്. നമ്മൾ ഈ സ്ഥലത്ത് വന്ന് കാണുന്നതിനുള്ള ഫീ ആണ്. അത് കൊടുത്തു. ഇത് നോക്കിയാണ് ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് നമുക്ക് ആസ്വദിക്കാം. സമയക്കുറവാണ് എല്ലാത്തിനും കാരണം. ഞാൻ അതുകൊണ്ട് ഒറ്റ റൗണ്ട് അവിടെ നിന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ കണ്ട് ആ നൈമിഷികമായ ഒരു കാണൽ മാത്രമേ നടത്തിയുള്ളൂ. അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ.